ഗൾഫിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് വളരെ വേഗത്തിലൊന്ന് നോക്കി വരാം. തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതിന്റെ അലയൊലികൾ ഇങ്ങ് യുഎയിലും ഉണ്ടായി. ബംഗ്ലാദേശ് സർക്കാരിനെതിരെ യുഎയിൽ പലയിടങ്ങളിൽ ബംഗ്ലാദേശ് സ്വദേശികൾ ഒത്തുകൂടി പ്രകടനം നടത്തി. എന്നാൽ ഇവർക്കെതിരെ കർശന ശിക്ഷയാണ് അബുദാബി ഫെഡറൽ അപ്പീൽ കോടതി ഇന്ന് വിധിച്ചത്. 3 പേർക്ക് ജീവപര്യന്തം ശിക്ഷയും 54 പേർക്ക് തടവും നാടുകടത്തലുമാണ് കോടതി വിധിച്ചത്. പ്രതിഷേധക്കാർ ഗതാഗതം തടസ്സപ്പെടുത്തുകയും പൊതു സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പൊതുസ്ഥലത്ത് ഒത്തുകൂടൽ, അശാന്തി ഉണ്ടാക്കൽ, പൊതുസുരക്ഷ തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കോടതി ചുമത്തിയത്. മറ്റൊരു പ്രധാന വാർത്ത ഇതാണ്. യുഎയിൽ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ലഭ്യമാകുന്ന പുതിയ പദ്ധതി ഉടൻ നിലവിൽ വരുമെന്ന് ICP ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ICP വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കാൻ ഈ പദ്ധതി ടൂറിസ്റ്റുകളെ സഹായിക്കും എന്നാണ് അതോറിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി അറിയിച്ചത്. അടിയന്തര സാഹചര്യങ്ങളിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി ഫുജൈറയിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു അപകടമുണ്ടായി. ഡീസൽ ടാങ്കർ കാറിലിടിച്ച് സഹോദരങ്ങളായ 3 കുട്ടികളാണ് മരിച്ചത്. ദിബയിൽ വെള്ളിയാഴ്ചയായിരുന്നു അപകടം. 1 വയസ്സ്, 5 വയസ്സ്, 8 വയസ്സ് എന്നിങ്ങനെ പ്രായമുള്ള കുട്ടികളാണ് മരിച്ചത്. മറ്റു 4 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു വാർത്ത ഇതാണ്. സ്വദേശികളെ നിയമിക്കാത്ത മൈനിങ് കമ്പനികൾക്ക് ഇൻഡസ്ട്രി ആൻഡ് മിനറൽ റിസോഴ്സസ് മന്ത്രാലയം പുതിയ ഫൈൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ നിർദ്ദേശപ്രകാരം സൈറ്റുകളിൽ പ്രവർത്തന സമയങ്ങളിൽ നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഒരു സ്വദേശിയുടെ മുഴുസമയ സാന്നിധ്യം ഉറപ്പാക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം ഫൈൻ അടക്കേണ്ടി വരും. ഇനി ഖത്തറിൽ നിന്നുള്ള ഒരു വാർത്ത നോക്കാം. ഖത്തറിൽ വ്യാവസായിക രംഗത്ത് വലിയ രീതിയിലുള്ള വളർച്ച കൈവരിക്കുകയാണ്. അത്തരത്തിലുള്ള കണക്കുകളാണ് ഇന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ടത്. ഖത്തറിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തതും ലൈസൻസ് ഉള്ളതുമായ സ്ഥാപനങ്ങളുടെ എണ്ണം 1449 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 966 ആയിരുന്നു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ശാക്തീകരിക്കുന്നതിലും വലിയ പിന്തുണയാണ് ഖത്തർ നൽകുന്നത്.